ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പം നേരെ റെസിപ്പിയിലോട്ട് പോകാം നമുക്ക്. അപ്പം എന്നിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ ബോൺലെസ് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. ഇനി ബർഗറിൽ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് ചിക്കൻ വേണ്ടതെന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഹാഫ് കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് 2 ടീസ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ബട്ടർ മിൽക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബട്ടർ മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട, ബട്ടർ മിൽക്ക് എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു 10-15 ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിയില്ലേ, പെപ്പർ പൗഡർ, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പില്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ഗാർലിക്കില്ലേ, ഒരു 3 ഗാർലിക്ക് എടുത്തിട്ട് ഇത് തൊലൊടുക്കുന്നതിന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ 1.5 ഗാർലിക്ക് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് വേണം കേട്ടോ, നമ്മൾ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ അല്ലേ, ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന് വല്ല കട്ടയ്ക്ക് ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചിക്കനെല്ലാം അതിലോട്ട് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 4 അവർ എടുത്ത് വെക്കണം കേട്ടോ. മിനിമം ഒരു 4 അവർ വെക്കണം. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്, കാരണം രാവിലെ പിള്ളേർക്ക് ടിഫിനിലോട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കാരണം ബർഗറിൽ എനിക്കിങ്ങനെ തിന്നായി കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾക്ക് കടിക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ, പിള്ളേർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി രാവിലെ ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഞാനൊരു 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലോട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂണോളം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മളിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ഡിപ്പും കൂടി തയ്യാറാക്കാണ്ട് അതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ചിക്കൻ. അപ്പോൾ നമ്മൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് നമ്മൾ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗാർലിക്ക് നമ്മൾ ചതച്ച് വെച്ചില്ലേ, ഒരു 3 ഗാർലിക്ക് ആദ്യം ചതച്ചിട്ട് 1.5 ഗാർലിക്ക് നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള 1.5 ഗാർലിക്ക് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു എഗ്ഗും കൂടി ഒന്നങ്ങ് പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗാർലിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഒരകം കൂടിയും പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് നല്ല തണുത്ത വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. ഞാൻ തണുത്ത വെള്ളം ഇല്ലാത്തതിന് ഐസ് വെള്ളം ഇട്ടിട്ട് നല്ല തണുത്ത വെള്ളം തന്നെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതിലോട്ട് കുറേശ്ശെ നമ്മളിനി ഇതിലോട്ട് എന്ത് ചെയ്യണം, ഇത് നല്ലതുപോലെ കട്ട ഇല്ലാതെ ഒന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ ഐസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടി പാടില്ല, കുറച്ച് ലൂസായിരിക്കണം. നമ്മൾ ദോശമാവിനേക്കാളും കുറച്ച് ലൂസ്, നമ്മളെ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ മാവില്ലേ അതേ ഒരു കൺസിസ്റ്റൻസി, നമ്മളിങ്ങനെ വെള്ളയപ്പത്തിനൊക്കെ അരച്ച് വയ്ക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് എടുക്കണം കേട്ടോ. ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിതുപോലെ കട്ടൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പം നീര് കട്ടൊന്നും ഇല്ലാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ തണുത്ത വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണുത്ത വെള്ളം തന്നെ വേണം. തണുത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മളിതങ്ങനെ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചിക്കൻ, അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി മിക്സ്ചറിലൊന്ന് മുക്കി കൊടുത്തിട്ട് നമ്മൾ ഈ മൈദ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, മൈദയും കോൺഫ്ലോറും കാശ്മീരി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതിലോട്ടൊന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ചിക്കനും അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ചിക്കന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നല്ലേ നിങ്ങളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഒന്നില്ലെങ്കിൽ ഒരു 4 പീസ് അല്ലെങ്കിൽ ഒരു 3 പീസൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊന്ന് പൊന്തി വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടച്ച് ചെയ്ത് വരും വെച്ചാൽ ശരിക്ക് ആയി കിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ ശരിക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ പീസും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചീസിൻ്റെ സ്ലൈസ് വേണം. അപ്പം ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബർഗറിൻ്റെ ബണ്ണ് നിങ്ങൾക്ക് ഏതാ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ചെറിയ ബർഗർ ബൺസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരാൾക്ക് ഇവിടെ ഉള്ളി വെക്കുന്ന ഇഷ്ടമല്ല, ഒരാൾക്ക് ഉള്ളി വെച്ചാലും പ്രശ്നമില്ല. അപ്പം ഞാൻ ഒരെണ്ണം ഉള്ളി വെച്ചിട്ടും ഒരെണ്ണം ഉള്ളി വെക്കാതായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഉള്ളി വെക്കാതെ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗാർലിക് മയോണൈസ് ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലോട്ട് കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തു. സ്വീറ്റ് ചില്ലി സോസ് ആയിട്ട് ഒഴിച്ചു കൊടുത്ത് തന്നിട്ട് പിന്നെ ഒരു ചീസ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കനില്ലേ അത് 2 പീസ് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഞാൻ നമ്മുടെ ലെറ്റ്യൂസില്ലേ ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ വെച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അതിൻ്റെ മേലെ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുന്നത്. ലെറ്റ്യൂസ് വെച്ച് കൊടുത്തതിന് ശേഷം ലെറ്റ്യൂസിൻ്റെ മേലെ കുറച്ച് ഗാർലിക് മയോണൈസും അതുപോലെ തന്നെ സ്വീറ്റ് ചില്ലി സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും നമ്മുടെ ചീസ് വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ലെയർ ചെയ്തിട്ട് ചിക്കൻ വെക്കാം. എനിക്ക് പിള്ളേർക്ക് അധികം ചിക്കൻ ഞാൻ വെച്ച് കൊടുക്കാറില്ല, ഇങ്ങനെ കുറച്ചൊക്കെ വെച്ച് കൊടുക്കാറുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ. കൂടുതലായിട്ട് വെക്കണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ 2-3 പീസും കൊണ്ട് വെച്ച് ലെയർ ചെയ്തിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഒരു ലെയർ തന്നെ ചിക്കൻ ചെയ്യുന്നുള്ളൂ. ചീസ് 2 ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കുമ്പറും ക്യാരറ്റൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ പിള്ളേർക്ക് സ്കൂളിലോട്ടായത് കാരണം അധികം ഐറ്റംസ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല, കാരണം അവർക്ക് പെട്ടെന്ന് കഴിച്ച് കഴിയണ്ടേ. അപ്പോൾ കുറച്ച് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ അടുത്ത ആൾക്ക് ഞാൻ ഉള്ളിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചെയ്തില്ല, പക്ഷേ ഉള്ളിയും കൂടി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് മാത്രം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ക്യാരറ്റ് കുക്കുംബർ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ഇപ്പോൾ വെച്ച് കൊടുക്കുന്നില്ല.